ഈ നിമിഷം നമ്മുടേതാണ്. അപ്പോൾ തൊട്ടടുത്ത നിമിഷമോ ഇൻഷാ അല്ലാഹ് അള്ളാഹു വേണ്ടിക വെക്കുന്നെങ്കിൽ, ദൈവം ഇടയാക്കുന്നെങ്കിൽ. പണ്ട് നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ നാനാജാതി മതസ്ഥരിലും ഉപയോഗിക്കുന്നൊരു വാക്കായിരുന്നു വേണ്ടുകയുണ്ടെങ്കിൽ, ദൈവം തീരുമാനിക്കുന്നെങ്കിൽ, ദൈവം ഇടയാക്കി ഞാൻ രാവിലെ അങ്ങ് വരാം, ഞാൻ ഉച്ചയ്ക്ക് അങ്ങ് വരാം എന്നൊക്കെ പറയാറുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ഇൻഷാ അല്ലാഹ് പ്രയോഗം ധാരാളമായി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അള്ളാഹു വേണ്ടുക വെക്കുന്നെങ്കിൽ. ഞാനിത് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രസക്തി ഈ കഴിഞ്ഞ ദിവസവും നാം കാണുകയാണ്. എല്ലാ ദിവസവും കണ്ടിട്ടും നാം എന്താണ് പഠിക്കാത്തത് എന്ന് വെറുതെ ചിന്തിച്ചു പോകാറുണ്ട്. നേപ്പാളിലെ ആ ദൃശ്യങ്ങൾ കാണാം. बटर केही छैन रे। आमा कहाँको के होला यो, हेर्नु त यहाँ आइपुग्यो। मेरो आमा कत्रो भएर आयो, किन बस्यो होला त्यो। यो भगवानसम्म डुबायो मेरो आमा, डुबानमा पर्यो। मन्दिर हेर जम्मै लग्यो, मन्दिर छैन के पनि। जाऊ रोशन त हेर्नु त। വളരെ ജീവസുറ്റ നിമിഷത്തിലേക്കാണ് പൊടുന്നനവേ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ ഇരമ്പി ആർത്തു വരുന്നത്. വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ, ഗ്രാമങ്ങൾ എല്ലാം തുടച്ചു നീക്കപ്പെടുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമുള്ള കണക്കുകൾ അനുസരിച്ച് 1000 എണ്ണം ഒക്കെയാണ് പറയുന്നത്. സാധാരണ ദുരന്തങ്ങളിൽ 1000 എന്നൊക്കെ പറയുന്നത് പിന്നീടത് നീണ്ടുപോകും തോറും 10,000ങ്ങളിലേക്കും ഒക്കെ എത്താറുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മളൊക്കെ അകലെ ഇരുന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ സുരക്ഷിതരാണെന്നല്ല, നമ്മളും ഈ പ്രപഞ്ചത്തിന് മുന്നിൽ, പ്രപഞ്ചനാഥന് മുന്നിൽ വളരെ നിസ്സാരമാണ്, വളരെ ദുർബലമാണ്. വിൽ ഓഫ് ദ ഗോഡ് വേഴ്സസ് സ്കിൽ ഓഫ് ദ മാൻ. ദൈവത്തിൻ്റെ നിശ്ചയവും അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തിയും മനുഷ്യൻ്റെ കഴിവും തമ്മിൽ വളരെ എത്രയോ നിസ്സാരമാണ്, താരതമ്യപ്പെടുത്താൻ പോലും കഴിയാത്തവണ്ണം നിസ്സാരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. കടൽ തീരത്തിനടുത്ത് താമസിച്ചാൽ സുനാമിയെ ഭയപ്പെടണം. മലമ്പ്രദേശങ്ങളിലും മലയടിവാരങ്ങളിലും മണ്ണിടിച്ചിലിനെയും ഉരുൾപൊട്ടലിനെയും ഭയപ്പെടണം. നദിയുടെ തീരങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വഴിമാറി ഒഴുകുന്ന നദിയും ആർത്തിരമ്പുന്ന വളരെ ഭീഭത്സമായ അവസ്ഥയിലേക്ക് എത്തുന്ന വെള്ളത്തിൻ്റെ കുതിപ്പും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ആകാശത്തുനിന്ന് മിന്നൽ പ്രളയത്തെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. ഒന്ന് ഓർത്തു നോക്കൂ. ഈ വിവിധങ്ങളായ നമുക്ക് സൗന്ദര്യവും ചിലപ്പോൾ നമ്മുടെ അഹങ്കാരവുമായി മാറുന്ന, നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ കായൽ തീരത്താണ് വീട്, കായലിലേക്ക് നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണാം എന്നൊക്കെ പറയുന്ന ആ വർത്തമാനമൊക്കെ ഇല്ലേ, അതൊക്കെയും തന്നെ വെറും നിമിഷങ്ങളുടെ കൽപ്പന മതി നമ്മുടെ
സംഹാര താണ്ഡവമാടുന്ന മറ്റൊരു വിധിയായി പരിണമിക്കാൻ. അതെ, ഈ കിട്ടുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ എല്ലാ പരിമിതികളിലും ചേർന്ന് നിന്ന് പരസ്പരം ഇഷ്ടത്തോടെ ജീവിക്കുന്നതിനപ്പുറം എന്ത് അഹങ്കാരവും എന്ത് അഹംഭാവവും എന്ത് വിദ്വേഷവും എന്ത് ജാതിമത വിരോധവും പരസ്പരം വെച്ച് പുലർത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഓണനാളുകളിലെ അവധി നോക്കിയാവും ഒരുപാട് മനുഷ്യർ ഈ നേപ്പാളിലേക്ക് പോയത്. നമ്മൾ അവിടെ നിന്ന് നോക്കിയിട്ട് അതൊരു ഇസ്ലാമിക രാജ്യം, ഇതൊരു ഹിന്ദു രാജ്യം, ഇത് വേറൊരു രാജ്യം എന്നൊക്കെ പറയുന്നെങ്കിലും ആ രാജ്യത്തെ മനുഷ്യർ എന്ന് പറയുന്നവർ ഏതെല്ലാം മതത്തിൽ വിശ്വസിച്ചാലും അവരെല്ലാം അഭയാർത്ഥികളോ ഏത് നിമിഷം ഇരയായി മാറാവുന്നവരോ ആണ് എന്ന ബോധ്യം നമ്മളെ നേപ്പാൾ പാഠം പഠിപ്പിക്കുന്നു. ഓർമ്മയിലിരിക്കട്ടെ, അത്രമാത്രം.